PSC ഉദ്യോഗാർത്ഥികളുടെ സമരത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ. LPST, UPST ഉദ്യോഗാർത്ഥികളെ ഉടൻ ചർച്ചയ്ക്ക് വിളിക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. അവഗണിച്ചാൽ കേരളം ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് സാക്ഷിയാകുമെന്നും BJP അധ്യക്ഷൻ പറയുന്നു. വിവരങ്ങളുമായി ബിന്നിൽ ലീല സാബു ചേരുകയാണ്. ബിന്നിൽ, ഈ സമരത്തിന് വലിയ പിന്തുണ യുവമോർച്ചയുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിരുന്നു. വലിയ സമരങ്ങൾ തിരുവനന്തപുരത്തും സംസ്ഥാനത്തുടനീളവും നടക്കുന്നതും കണ്ടു. ഏറ്റവും ഒടുവിൽ BJP സംസ്ഥാന അധ്യക്ഷൻ മുഖ്യമന്ത്രിയോട് ഈ വിഷയത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ട് ഒരു കത്തയക്കുകയാണ്. രുചീഷ്, UPST, LPST ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിലാണ്. അതിൽ LPST അസോസിയേഷൻ സമരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ആദ്യം മണ്ണ് തിന്ന് സമരം ചെയ്തു, പിന്നീട് മുട്ടുകുത്തി എന്ന് യാചിച്ചും, അതോടൊപ്പം ഇന്നലെ പുല്ല് തിന്നുള്ള സമരവുമൊക്കെയാണ് അവർ നടത്തിയത്. ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുന്നേ ഇതിലൊരു തീരുമാനം എടുക്കണം എന്നാണ് അവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. UPST റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനും സമാനമായ രീതിയിൽ സമരത്തിലാണ്. അവരും സമാനമായ രീതിയിലുള്ള സമരമുറകളൊക്കെയാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തുന്നത്. പലതവണ മുഖ്യമന്ത്രിയുമായും വിദ്യാഭ്യാസ മന്ത്രിയുമായും ചർച്ച നടത്തിയതാണ്. അതിൽ വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കണം എന്നാണ് ഈ ഉദ്യോഗാർത്ഥികളുടെ നിലപാട്. നിലവിൽ അത് പഠിക്കാൻ 2 മാസത്തെ സമയം വേണമെന്നാണ് സർക്കാരിന്റെ നിലപാട്. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് അയച്ചിരിക്കുന്നത്. ഈ ഉദ്യോഗാർത്ഥികളുടെ സമരത്തിൽ അടിയന്തരമായി മുഖ്യമന്ത്രി ഇടപെടണം എന്ന ആവശ്യമാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അതോടൊപ്പം അവരുടെ സമരം ന്യായമാണ്. അക്കാര്യത്തിൽ അടിയന്തരമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാകണം. ഇത്തരത്തിൽ പോലീസ് നടപടി ഉണ്ടാകാതെ ആ പോലീസ് നടപടി അവസാനിപ്പിച്ച് അവരുടെ ന്യായമായ ആവശ്യങ്ങൾ കേട്ട് അത് പരിഹരിക്കാനുള്ള ഇടപെടലാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. PSCയിൽ ആളുകൾക്ക്, പ്രത്യേകിച്ച് യുവാക്കൾക്ക് വിശ്വാസ്യത നഷ്ടപ്പെടുന്ന കാലമാണ്. അവിടെ പല ക്രമക്കേടുകളും ഉണ്ടാകുന്നു. അതുകൊണ്ട് വിശ്വാസ്യത വീണ്ടെടുക്കേണ്ടത് ഭരണഘടനാ സ്ഥാപനമാണ്. അതുകൊണ്ട് ആ വിശ്വാസ്യത വീണ്ടെടുക്കേണ്ടത് സർക്കാരിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടൽ വേണമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ കത്തിൽ പറയുന്നത്. അതോടൊപ്പം പലതവണ അവർ സമരം ചെയ്തു. യുവമോർച്ചയെ അടക്കം പിന്തുണച്ചുകൊണ്ടുള്ള ദിവസവും സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. അതേപോലെ സമാനമായ ഇനിയും ഈ വിഷയം അവഗണിച്ചാൽ വലിയ പ്രക്ഷോഭങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കുമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കത്തിൽ ചൂണ്ടിക്കാട്ടിയത്. നേരത്തെ BJPക്കെതിരെ നീറ്റ് പരീക്ഷയിൽ കേന്ദ്രത്തിലും പല സംസ്ഥാനങ്ങളിലും സമരങ്ങൾ സജീവമായിരുന്നു. ആ സമയത്താണ് BJP ഈ രീതിയിൽ ഈ സമരങ്ങൾക്ക്, PSCയുടെ ഉദ്യോഗാർത്ഥികളുടെ സമരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച സംസ്ഥാനത്ത് ഈ പ്രക്ഷോഭങ്ങൾ ഘടിപ്പിച്ചത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൂടി അയച്ചിരിക്കുന്നത്. അടിയന്തര ഇടപെടലാണ് മുഖ്യമന്ത്രിയോട് രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നത്.